പെരുങ്കുളം രഥോത്സവം 2026. ഈ വീഡിയോ 4ാമത്തെ പാർട്ടാണ്. 1, 2, 3 പാർട്ടുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ പാർട്ടിൽ ചന്ദ്രഗ്രഹണത്തെ സൂര്യഗ്രഹണം എന്ന് ഞാൻ അവസാനം പറയുകയുണ്ടായി. അത് തിരുത്തി മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ചന്ദ്രഗ്രഹണമാണ് കേട്ടോ. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ 4ാമത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് രഥോത്സവത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കാരോട്ട് ഗ്രാമത്തിലെ മാമിയെ കൊണ്ട് ചോദിക്കാം. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. നമസ്തേ. ഇവിടെ വന്ന് ദൈവത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മഹാലക്ഷ്മി അമ്പലത്തിനെ പറ്റി പറയുന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന രഥോത്സവമാണ് ഞങ്ങളുടെ ഇവിടെ. 4 അമ്പലമാണ്: മഹാലക്ഷ്മി, വരദരാജ പെരുമാൾ, ശിവൻ, മഹാദേവൻ, പിന്നെ ശ്രീകൃഷ്ണൻ. അങ്ങനെ 4 അമ്പലങ്ങൾ ചേരുന്ന ഞങ്ങളുടെ 3 ഗ്രാമങ്ങൾ, ഒരു അമ്പലം. അങ്ങനെയാണ് മഹാലക്ഷ്മിയുടെ അമ്പലം. നിങ്ങൾക്ക് ജാസ്തി കാണാൻ കിട്ടാറില്ല, എവിടെയും അത്ര ഇതില്ല ഈ അമ്പലം. മഹാലക്ഷ്മി അമ്പലം വെല്ലൂരിലെ ഗോൾഡൻ ടെമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അത്ര റെയറില്ല. ഞങ്ങൾക്കതിൽ വളരെ അഭിമാനമുണ്ട്. ഞങ്ങൾ മഹാലക്ഷ്മി അമ്പലത്തിൻ്റെ അടുത്ത്, ഞങ്ങളുടെ ഗ്രാമം മഹാലക്ഷ്മി കാരോട്ട് ഗ്രാമം എന്ന് പറയാൻ വളരെ അഭിമാനമുണ്ട്. മഹാലക്ഷ്മി അമ്പലത്തിൻ്റെ അടുത്ത് വസിക്കുന്നവരാണ് ഞങ്ങൾ. അമ്പലത്തിൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാലക്ഷ്മിയുടെയും വരദരാജ പെരുമാളുടെയും വിവാഹ ചടങ്ങുകളാണ് ഈ തേരെന്ന് പറയുന്നത്. വർഷത്തിൽ 2 ദിവസമാണ് ഈ തേര് നടക്കുന്നത്. ഇവിടെ നിന്ന് പോയ ഏത് ആൾക്കാർ, എത്ര ഇവിടെ താമസിച്ചിരുന്നവർ, ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും അവർ ആ തേരിൻ്റെ സമയത്ത് അവരിവിടെ ഉണ്ടാകുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷകരമായൊരു കാര്യം. ആ 2 ദിവസം അവരിവിടെ ഉണ്ടാവും. അവരുടെ പഴയ കാര്യങ്ങളും പഴയ ഓർമ്മകളും അവർക്ക് അയവിറക്കാനുള്ള ഒരു ദിവസം കൂടിയാണ്. അതൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഞങ്ങളുടെ അമ്പലത്തിനെ പറ്റി പറയാൻ നല്ല ഒരു എനർജിയാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടുന്നത്. ഈ 3-4 ദിവസം 9 ദിവസം വിളക്കാണ്. വിളക്ക് കഴിഞ്ഞാലാണ് ഞങ്ങളുടെ രഥോത്സവം തുടങ്ങുന്നത്. 4 തേരും ഉണ്ടാവും. സ്വാമിയുടെ രഥോത്സവ ഓർമ്മകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും രഥോത്സവം വരണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അന്ന് അതന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാരും അന്ന് ആദ്യമായിട്ട് ഈ രഥോത്സവം കണ്ടതൊക്കെ ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഇതിനായിട്ട് ഞങ്ങൾ പട്ടുപാവാടയും പട്ടുപുടവയും, ഇവിടെയുള്ളവരൊക്കെ പട്ടുപുടവയും പട്ടുസാരിയും പട്ടുധാവണിയും നല്ല നല്ല ഡ്രസ്സുകൾ, നീയോ ഞാൻ, പിന്നെ വീട്ടിന് മുൻപിലുള്ള കോലം, എത്ര നീയാണോ ഞാനാണോ വരയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതൊരു ഫെസ്റ്റിവൽ ആണെന്ന് തന്നെ പറയാം. കാരണം കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ഞങ്ങൾക്ക് കിട്ടാറുള്ള, ഞങ്ങളുടെ നെഞ്ചോട് ചേർക്കുന്ന ഒരൊറ്റ ഒരു ഉത്സവമാണ്. അതായത് പുറത്തുപോയ കൊൽക്കത്തയിലും മദ്രാസിലും ബോംബെയിലൊക്കെ പോയ ആളുകളെല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിവസം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവരെ കാണാനുള്ള ഒരു അവസരമാണ് ഈ തേരെന്ന് പറയുന്നത്. ഞങ്ങളെ ഇവിടെ നിന്നൊക്കെ ഈ വീടൊക്കെ വിറ്റുപോയി, സ്ഥലമൊക്കെ വിറ്റുപോയി, ജോലി കിട്ടി പോണവരെ പോയി, അവരൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് കാണാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് ഈ തേരെന്ന് പറയുന്നത്. ഞങ്ങളുടെ ഇത് മുത്തശ്ശൻ്റെ അങ്ങനെ കുറെ തലമുറകളായിട്ട് നടന്നു വരുന്ന തേരാണിത്. ഇതൊരു ഞങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു അവകാശം എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം. ഞങ്ങളുടെ ഏറ്റവും വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങളാണിത്. ഇതിൽ നിങ്ങൾ വന്ന് ഞങ്ങളോട് ചോദിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ അത് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എങ്കിലും നന്ദി പറയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.
നമസ്കാരം. ഞാൻ പെരുങ്കുളം എല്ലായിൽ മഠം വരദരാജൻ എന്നാണ് എൻ്റെ പേര്. പക്ഷെ ഇവിടെ എന്നെ വരദരാജൻ ആരും അറിയില്ല. കാരണം എന്താ, എൻ്റെ പേര് രാജു. അത് കല്ലായ രാജു, കല്ലായ രാജുമാമ, രാജു എന്ന പല പല ആൾക്കാർ പല വിധത്തിൽ എന്നെ വിളിക്കും. അതൊക്കെ വളരെ ഒരു സന്തോഷമാണ്. എനിക്കിപ്പോൾ വയസ്സ് 90ആയി മെലിഞ്ഞന്ന്. ഈ വയസ്സ് 90 വയസ്സിലും ഞാൻ ചെറിയ കുട്ടികളെ പോലെ ഇവരുടെ കൂടെ എല്ലാറ്റിനും ഈ 90 വയസ്സും ഈ കുട്ടികളുടെ കൂടെ ഞാനും ആദ്യ അവസാനം 1-ാം വിളക്ക് മുതൽ ഈ തേര് കഴിയണവരെ എൻ്റെ തറവാട് വീടാണത്. എൻ്റെ മാത്രമല്ല, എൻ്റെ തറവാട് വീട്. അത് ഞങ്ങളുടെ ഭാഗപത്രത്തിൽ ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ അതിൽ താമസിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അച്ഛൻ്റെ ജ്യേഷ്ഠാനുജന്മാരുടെ എല്ലാ കുട്ടികളും വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ കുടുംബത്തിൽ എന്ത് നല്ലതിനും ചീത്തയ്ക്കും എല്ലാറ്റിനും ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഈ ഉത്സവത്തെ, ഈ മഹാലക്ഷ്മി ദേവി ഉത്സവത്തെ നല്ലപോലെ എല്ലാവരും ഞങ്ങളുടെ എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ ആ വിധം ഞങ്ങളെ കഴിയാവണ്ണം നടത്തി കൊടുക്കുന്നുണ്ട്. ആ ദേവി ഞങ്ങളെ എല്ലാ Okay. Okay. I was born and brought up in Delhi.
and I was married to my Mr. Varadarajan of Kandai House in the year 1968. But after that, every year I used to participate in this Theru festival, and I knew a lot about this. The main thing which I want to tell is this Perumpalam Gramam are celebrating this festival for 10 days. And they have got a committee for everything, like food committee, cultural committee, and a coordinating committee. Everything is there, finance and everything. And every member of this village, every house in the village, they all cooperate very nicely. And every year they celebrate it in a very grand manner. That coordination and happiness, which is still continuing, is going to make a great success in the world. I wish that Perumpalam Gramam Village Fair Festival should become a world famous, and I wish all the success to all the villagers and all my friends and everything. And every year all our relatives come here, our friends come here, so we enjoy it, we celebrate it very joyfully. All the best, and thank you for you also for giving a chance to speak. എൻ്റെ അച്ഛൻ അമ്മയും രാജൻ ഞാനിവിടെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ ഇവിടെ എപ്പോഴും കൂട്ടിക്കൊണ്ട് വരും ഇവിടെ തേരിന് വന്നിട്ട്. ഞങ്ങളൊരു 5-6 years ഇവിടെ വരും. പിന്നെ ഞാൻ US പോയി സെറ്റിലായി. ഇപ്പോഴും ഞാൻ 10 years ഇവിടെ വന്ന് അച്ഛനമ്മയെ ചെയ്തു. എന്നാൽ എന്ത് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്ത് ഈ ഫെസ്റ്റിവലിൽ ഒരു പാർട്ടിക്ക് എടുക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ്. This festival has been going on for so many years, and it has improved so well in so many years. There are people who are working very hard. അവർക്കൊക്കെ ഇതുപോലെ ഒരു അപ്രിസിയേഷൻ, ഈ ഫൈനാൻസ് കമ്മിറ്റിയും ഫുഡ് കമ്മിറ്റി എല്ലാവർക്കും ഒരു അപ്രിസിയേഷൻ എല്ലാവരും. പിന്നെ ഈ തേരിൻ്റെ ട്രഡീഷൻ ഇത്ര വർഷമായിട്ട് നിന്നോട് ഈ 4 കോവിലിൻ്റെയും വളക്കും പിന്നെ കളഭവും ഒക്കെ, it is a very beautiful thing. I hope we can continue this tradition and it can become world famous. അമ്മ പറഞ്ഞ പോലെ വേൾഡ് ഫേമസ് ആണ് ഈ ട്രഡീഷൻസ്. Through this YouTube video, through this K5 Phoenix video, I hope this continues through the world. Thank you very much.